നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി ഞെട്ടിത്തരിച്ച് നിൽക്കുക. ശ്രുതി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണും, അതുകൊണ്ടായിരിക്കും നിങ്ങളെ തന്നെ അയാൾ വേട്ടയാടുന്നത്. നിങ്ങൾക്ക് കത്തൊക്കെ എഴുതിയെന്ന് ഒന്നെങ്കിൽ പൗഡർ അമ്മ ചെയ്ത് കാണും, അല്ലെങ്കിലോ ശ്രുതി ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഞാനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവരിങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെ തന്നെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് കത്ത് തരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല. ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു, അല്ല രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോ? അച്ഛാ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി ഞെട്ടി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനോ? അതെ, ഒരു തെറ്റും ചെയ്യാതെ ഒരുത്തിന് ഇങ്ങനെ ഭീഷണി കത്ത് എഴുതിക്കൊണ്ടിരിക്കണോ? അപ്പൊ എന്താ ഏതാന്നൊക്കെ അറിയണല്ലോ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അതാരാന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോഴേക്ക് ശ്രുതി ചാടി പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു, കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രുതി, അതാകുമ്പോ നമുക്ക് പേടിക്കാതിരിക്കാലോ. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിച്ചു വരച്ചിരിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അത് ശരിയാ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ കംപ്ലൈന്റ്. ചന്ദ്രമതി പറഞ്ഞു, എന്താ മോളെ നീ എന്തിനാ പേടിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൂടെ കൊടുക്കട്ടെ. അതല്ലമ്മേ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് പിന്നെ വലിയ പ്രശ്നമാവാനോ? അതേന്ന് ഒന്നുമല്ലേ ഒരു പ്രസ്ഥാനമായിട്ടിരിക്കുന്നല്ലേ. അവിടെ പോലീസുകാർ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ കച്ചവടത്തെ ബാധിക്കും. അത് പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാവും. പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഒരു കണക്കിന് അത് ശരിയായിട്ടുള്ള കാര്യമാണ് അമ്മേ. ഇങ്ങനെ ചിലരൊക്കെ ഉണ്ട്, ഫ്രോഡുകളുണ്ട്. അവരെന്ത് ചെയ്യും? ഇച്ചിരി ക്യാഷ് ഉള്ളവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് ഇങ്ങനെ കത്തൊക്കെ എഴുതും ഭീഷണിയുടെ സ്വരത്തിൽ. എന്തിനാണെന്നറിയോ? ഇത് ക്യാഷിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാ. അവന്മാർക്ക് പൈസ കിട്ടണം, അതാണ് അവന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇതത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാൻ ആദ്യമേ തന്നെ സുധിയോട് പറഞ്ഞ. സുധിനെ ഇത്ര കാര്യമായിട്ട് എടുക്കണ്ട. ക്യാഷിന് വേണ്ടിയിട്ട് ആരെങ്കിലും നടത്തുന്ന തന്ത്രമായിരിക്കും ഇത്, ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ എന്തേലും ഒരു കാര്യത്തിന്. അപ്പോഴേക്കും സച്ചേച്ചി ബ്ലാക്ക് മെയിലോ? അല്ല, അത് പിന്നെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൈസ ഉണ്ടെന്ന്, സുധിയുടെ പൈസ ഉണ്ടെന്ന് ചിലപ്പോൾ അവന്മാർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാ. വലിയ വലിയ ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓരോ ഭീഷണിക്കത്തൊക്കെ അയച്ച് പൈസ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം, പിന്നീട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവരെങ്കിലും അങ്ങോട്ട് പോയി. ആ സമയത്ത് സച്ചി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോ രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ എന്താ ആലോചിക്കണത്? അത് പിന്നെ എനിക്കെന്തോ എവിടെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് രേവതി. പന്തികേടോ? അതെന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ പൗഡർ അമ്മയെ ശ്രദ്ധിച്ചോ? പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു, വേണ്ട വേണ്ട, അത് വേണ്ടാന്ന്. എന്തോ പേടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ശരിയാണല്ലോ. അതെന്താന്ന് കണ്ടെത്തണം രേവതി. കണ്ടെത്താതിരിക്കാൻ പറ്റില്ല. ഈ കത്തെഴുതിയത് ആരാന്ന് കണ്ടെത്തുകയും ചെയ്യണം. അവരിവരും തമ്മിലുള്ള കണക്ഷൻ എന്താന്ന് കണ്ടെത്തണം. ഇത് മറഞ്ഞു എന്ന് ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, പെട്ടോ. ഇനിയിപ്പം ഇതെങ്ങാനും സച്ചി കണ്ടുപിടിച്ചാൽ തീർന്നു. കത്തെഴുതി നവീനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ആ പിന്നാലെ പോവും. പിന്നെ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ചെയ്യും. അതിനു മുമ്പ് എന്തേലും ചെയ്യണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ ശ്രുതി എടുത്തു. പിന്നീട് ശ്രുതി ആകെപ്പാടെ പേടിച്ചു വരച്ച് നേരെ മീരയെ കാണാൻ ചെല്ലുവാണ്. മീരയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാ. എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം. എന്താ ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുക. ആ ലെറ്റർ എഴുതിയത് ആരാന്ന് കണ്ടുപിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി നടക്കുക. അങ്ങനെയാണ് സച്ചിനെ പൂട്ടാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത് വഴി? സച്ചിയുടെ ഫോണിനകത്തുള്ള വീഡിയോ ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും കിട്ടണം. എങ്കിൽ മാത്രമേ സച്ചിയെ രേവതി അവിടുന്ന് തുരത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെനിക്കിട്ട് പാര പണിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മീര പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ 2-3 വട്ടം ശ്രമിച്ചല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ സച്ചിയുടെ കട്ടിലിനടി പോയി കയറി കിടന്നേ. എന്നിട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. എടി അതാ പറഞ്ഞത്, വീട്ടിൽ വെച്ച് അത് എടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉള്ള കാര്യമാ. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നേ? ഒരു കാര്യം, ഇനി നീ എടുക്കാൻ പറയുവാണ്. ഞാൻ എടുക്കാനോ? സച്ചിയുടെ ഫോണോ? നല്ല കഥയെ. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? നീ എന്തൊക്കെയാ ശ്രുതി പറയണത്? മീരെ, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. നീ എന്നെ ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ. ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഇടി ഞാൻ എങ്ങനെ പോയി എടുക്കാനെന്ന് പറ. നീ ഒന്ന് ചിന്തിച്ചു വയ്ക്കേ. അതിനൊക്കെയുള്ള ബുദ്ധിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞുതരാന്ന്? നീ ഒരു കാര്യം ചെയ്യണം. എന്ത്? നീ സച്ചിയുടെ കാർ ഓട്ടം പിടിക്കണം. എന്നിട്ട് നീ എങ്ങോട്ടേലും പോവാനുണ്ടെന്ന് പറഞ്ഞ് പോണം. പോകുന്ന വഴിക്ക്
നീ പറയണ നിന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി, ആ ഫോൺ ഒന്ന് തരാമോ എന്ന് സച്ചിയോട് വിളിക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫോൺ മേടിക്കണം. ഫോൺ മേടിച്ചിട്ട് അതിനകത്തുള്ള വീഡിയോ നീ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം. പിന്നെ ഫോൺ തിരിച്ചു കൊടുക്കണം. അതെ, സച്ചിക്ക് എന്തേലും ദേഷ്യം അല്ല, സച്ചിക്ക് എന്തേലും സംശയം എന്തേലും തോന്നുമല്ലേ? പിന്നെ എന്തിപ്പോ സംശയം തോന്നാനായിട്ടാ? സംശയം തോന്നാത്ത രീതി വേണം നീ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് കേട്ടപ്പോ മീര ഒരു നിമിഷം ആലോചിച്ച് വന്നിട്ട് പറഞ്ഞു, എടി ചെറിയ റിസ്ക് ഒന്നും അല്ല, സിംഹത്തിന്റെ വായിലേക്കൂടെ തലയിട്ട് വെച്ചു കൊടുക്കുന്ന പോലെയാ സച്ചിയുടെ മുന്നിലേക്ക് ഞാൻ ചെന്ന് പെടുന്നേ. എടി അതൊക്കെ നീ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളും നിനക്കില്ലേ? ബുദ്ധിയുണ്ട്, പക്ഷെ ഇത് ആള് സച്ചി ഓപ്പോസിറ്റ് നിൽക്കുന്നേ. എങ്ങാനും പിടി വീണിട്ടുണ്ടെങ്കിൽ അറിയാലോ, എന്റെ അടിയന്തരം അവൻ നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ട് പോ. എനിക്ക് വേണ്ടിയിട്ട്, സ്വന്തം കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല മീരെ? ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. മീരയ്ക്ക് ഉള്ള ആത്മവിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. സച്ചി പിടിച്ച തന്റെ കഥ കഴിഞ്ഞെന്ന് മീരയ്ക്കറിയാം. ഇതേ സമയത്ത് സച്ചി നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. സ്വാമി പറഞ്ഞ അനുസരിച്ചാണ് സുധി തന്നെ ചോദ്യം ചെയ്തത്. അങ്ങനെയാണ് അയാളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ കാണാന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വന്നപ്പോ അയാളെ അവിടെ കണ്ടില്ല. അപ്പോഴേക്ക് സച്ചിക്ക് പരിചയമുള്ള ഒരാൾ വന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സച്ചി ചോദിച്ചു, അല്ല നിങ്ങളെവിടെ എന്നും വരാറുണ്ടോ? പിന്നെ എന്നും വരാറുണ്ടോന്നോ? നല്ല ശക്തിയുള്ള ക്ഷേത്രം ഇതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചിക്കൊരു തോന്നി. സച്ചി പറഞ്ഞു, അല്ല ഇന്നലെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓഹോ, അല്ല ഇന്നലെ ഇവിടെ ഒരു സ്വാമി ഇരിപ്പുണ്ടായിരുന്നല്ലോ. സ്വാമിയോ? അത് കള്ളസ്വാമിയാന്ന് പറയണ. കള്ളസ്വാമിയോ? അതെ, അവൻ ശരിക്കും സ്വാമിയൊന്നും അല്ലായിരുന്നു. അവൻ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അന്നദാനം നടത്തണം, ക്ഷേത്രത്തിൽ അത് നടത്തണം, ഉത്സവത്തിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ മേടിച്ചെടുത്തു. അവസാനം അവനെ പിടികൂടി. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ശാന്തി എല്ലാരും കൂടെ കൂടി, ഞങ്ങളെല്ലാരും കൂടെ കൂടിയ പിടികൂടിയത്. എന്നിട്ട് അവനെ ഇടിച്ച് നിരപ്പാക്കി. അപ്പോഴെല്ലാം അറിയുന്നേ അവനൊരു പെരുങ്കള്ളനാന്നേ. ഒടുവില് അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന് പറയണം. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അപ്പൊ അവന് ഫ്രോഡല്ലേ? അത് സച്ചി അല്ല, അവന്റെ ഫോട്ടോസും മറ്റും വല്ല കയ്യിലുണ്ടോ? അതെ, ഇന്നലെ അവനെ ഇവിടെ എല്ലാരും കൂടി ഇട്ട് അടിക്കണ സമയത്ത് അവന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു, അതിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. നവീനെ കണ്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് മനസ്സിലായി, ഇവനായിരുന്നോ? ഇവൻ പക്ക ഫ്രോഡാന്ന് പറയണ, ഊടായിപ്പാന്ന് പറഞ്ഞു. കഴിഞ്ഞിടയ്ക്ക് ഇവനെ ഞാനേ ഇടിച്ചൊരു പരി വയ്ക്കാൻ പോലീസിൽ ഏൽപ്പിച്ച, അപ്പൊ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടതും അയാൾ പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. സച്ചിക്കൊരു ഓട്ടം വന്നായിരുന്നു. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ സച്ചിക്ക് മനസ്സിലായി അത് അവൻ ഫ്രോഡ് ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ലെറ്റർ കൊടുത്ത് അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം സച്ചിക്ക് അറിയായിരുന്നു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി മീരയുടെ അടുത്തേക്ക് എത്തണം. അപ്പൊ മീരയായിരുന്നു ഓട്ടം വിളിച്ചേ. ശ്രുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോണിനകത്തെ വീഡിയോ അടിച്ചു മാറ്റാൻ വേണ്ടിട്ട്. അങ്ങനെ മീര റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോ സച്ചി ചോദിച്ചു, അല്ല നീയാണോ എന്നെ ഓട്ടം വിളിച്ചെന്ന് ചോദിച്ചു. അതെ. അല്ല നീയോ? എന്താ ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ നീ എന്നെ വിളിക്കാറില്ല, നീ ആ പൗഡറമ്മയുടെ കൂട്ടുകാരില്ലേ എന്നും പറഞ്ഞോണ്ട്. സച്ചിയാന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, ഞാനൊരു ടാക്സി വിളിച്ച് ബുക്ക് ചെയ്തു, അത്ര മാത്രം എന്ന് പറഞ്ഞു. ശരി ശരി കേറ, ആര് കയറിയാലോ എനിക്കെന്താ, എനിക്ക് പൈസ കിട്ടിയാൽ പോരെന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേനും മീര ആലോചിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഫോൺ എങ്ങനെയാലും വാങ്ങണമല്ലോ. പിന്നീട് സച്ചിയോട് ചോദിച്ചു, അല്ല എപ്പോ തൊട്ടാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, രാവിലെ തൊട്ട് തുടങ്ങിയതാ. അതല്ല, കുഞ്ഞുനാളിലെ മുതൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, ലൈസൻസ് കിട്ടണ്ടെന്ന് ചോദിച്ചു. 18 വയസ്സായി കഴിഞ്ഞപ്പോൾ ലൈസൻസ് കിട്ടിയതിന് ശേഷം. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് സച്ചി ചോദിച്ചു, അല്ല പൗഡർ എടുത്തിയായിട്ട് എങ്ങനെയാ കമ്പനി, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ നടക്കണേ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാനേ തനിച്ചിങ്ങോട്ട് പോന്നെന്ന് പറയാ. അല്ല ജോലിയൊന്നും ഇല്ലേ, എപ്പോ നോക്കിയാലും പൗഡർ എടുത്തിട്ട് പിന്നാലെ കാണൂല്ലോ എന്ന് പറഞ്ഞു. അത് എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, IT കമ്പനി ജോലിയാന്ന് പറയാം. ഓ ജോലിയും കൂലിയൊക്കെ ഉണ്ടായിട്ടാ ഇങ്ങനെ തേരാപ്പാര തെണ്ടി നടക്കുന്നില്ലേ, കൊള്ളാന്ന് പറഞ്ഞു. പിന്നീട് സച്ചി ചോദിച്ചു, അല്ല പൗഡർ എടുത്തിയായിട്ട് എങ്ങനെയാ കണക്ഷനോ? അല്ല അവരുമായിട്ടുള്ള പരിചയം എങ്ങനെയാന്ന് ചോദിച്ചു. അത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ളാന്ന് പറയണ. വർഷങ്ങൾക്ക് മുമ്പുള്ളോ? അതെങ്ങനെ ശരിയാവും, നിങ്ങൾ ഇവിടെയല്ലേ, അവരെല്ലാം മലേഷ്യയിൽ ജനിച്ചു വളർന്നവരല്ലേ, അപ്പോഴെങ്ങനെ സെറ്റ് ആവുന്നതെന്ന് ചോദിച്ചു. പെട്ടു, എന്റെ ദൈവമേ ഭയങ്കര ബുദ്ധിയാ സച്ചിക്ക്. ഇങ്ങനെയുള്ള സച്ചിയുടെ കയ്യിൽ നിന്നാണ് താൻ ഫോൺ വാങ്ങിച്ചെടുക്കണ്ടേ. ആകെപ്പാട് ടെൻഷനായി മീരയ്ക്ക്. മീര പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ എന്ത് പറ്റി, എന്താന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അതെ ശ്രുതിയുടെ അച്ഛനും എൻ്റെ അച്ഛനും മലേഷ്യയിലെ ജോലി ചെയ്യുന്നത്, അങ്ങനെ വരുന്ന സമയത്ത് നാട്ടിലെ ഒരു ലീവിന് വരുന്ന സമയത്ത് ഞങ്ങൾ കമ്പനി ആയതാ. ഓ അങ്ങനെയാണല്ലേ. ഇനിയിപ്പോൾ ഈ സംഭാഷണങ്ങൾ നീട്ടിക്കൊണ്ട് പോയാൽ തനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലായി. മീര പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കി, എന്നിട്ട് വിളിക്കുകയാണ്, കോള് വിളിക്കുകയാണ്, തൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന ഉണക്ക്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ചാർജ് തീർന്നു പോയല്ലോ, കട്ടായി പോയല്ലോ എന്ന് പറഞ്ഞു.
ആ സമയം സച്ചി ചോദിച്ചു എന്ത് പറ്റി? അതെ, ഫോണിനകത്ത് ചാർജ് തീർന്നു പോയി. ഒരു ഇമ്പോർട്ടന്റ് ഫയലിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ശോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതാണോ ചാർജ് കുത്തിയാൽ പോരെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്തുള്ള ആ കേബിളും കൂടെ എടുത്തു കൊടുക്കുകയാണ്, ചാർജിങ് കേബിള്. അത് കണ്ട് കഴിഞ്ഞപ്പോൾ മീര ഒന്ന് വിഷമിച്ചു. മീര പെട്ടെന്ന് പറഞ്ഞു അതെ, ഈ കേബിൾ എന്റെ മൊബൈലിൽ പാകമല്ല എന്ന് പറയണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യോ, സച്ചിയുടെ ഫോണും തരാമോ എനിക്കൊന്ന് വിളിക്കാനായിട്ട്. സച്ചി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കോള് വിളിക്കാൻ കൊടുത്താൽ പോരെ. ഉടനെ സച്ചി അങ്ങോട്ട് ഫോൺ എടുത്ത് കൊടുത്തു. മീര ആ ഫോണും കൂടെ വാങ്ങി. മീര ഫോൺ വാങ്ങിയിട്ട് നോക്കണം അതിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ തപ്പി കണ്ടുപിടിക്കണം. മീരയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു എന്ത് പറ്റി? അല്ല, നമ്പർ അടിക്കാനായിട്ട് ഇത്ര മാത്രം സമയം വേണമെന്ന് ചോദിച്ചു. അല്ല പിന്നെ സച്ചി അത് ആലോചിക്കുമായിരുന്നു. എന്ത്? അതെ, നമ്പര് അവസാനം 52 ആണോ എന്താന്നൊരു സംശയം. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയില്ലേ, നമ്പർ എടുക്കാൻ പറ്റില്ലല്ലോ. ഓ അങ്ങനെയാണല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഈ ഫോണ് ഉള്ളതുകൊണ്ട് നമ്പറൊന്നും ആരും കാണാപ്പാടെ പഠിക്കത്തില്ല, ഡയൽ ചെയ്യത്തുള്ളൂ. അത് ശരിയാ സച്ചി. സച്ചി പറഞ്ഞു നേരത്തെ എൻ്റെ അച്ഛനൊക്കെ 19 നമ്പർ കാണാപ്പാടം അറിയായിരുന്നു. അന്നൊക്കെ ലാൻഡ് ഫോൺ നമ്പർ അല്ലേ, ലാൻഡ് ഫോൺ എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ പിന്നെ അത് കുത്തി അങ്ങോട്ട് പടുപടയെന്നിരുന്ന് വിളിക്കുന്ന കേൾക്കാം. പക്ഷെ ഇപ്പോഴ് ഒരു നമ്പർ പോലും ആർക്കും കാണാപ്പാടം അറിയത്തില്ലെന്നൊക്കെ പറയാം. ആ സമയത്ത് മീര ആകപ്പാടെ വിഷമിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും സച്ചിനെ ഒന്ന് പിടിച്ചിരുത്തണം. ഒരു കാരണവശാൽ സച്ചി ഫോൺ ഇപ്പൊ ചോദിക്കരുത്. ആ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് സച്ചിയോട് ചോദിച്ചു ഉച്ചയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് എന്ത് ചെയ്യാനായിട്ടാ? ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകും. അപ്പൊ ആഹാരം കഴിക്കുന്നു, അത് വീട്ടിൽ പോയിട്ട് കഴിക്കും. രേവതി ഉണ്ടാക്കുന്ന ആഹാരമേ കഴിക്കാതിരിക്കാൻ പറ്റില്ല, കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമാവെന്ന് പറഞ്ഞു. ഓഹ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോഴത്തേനും വീഡിയോ കണ്ടു. ഓഹ് രക്ഷപ്പെട്ടു. സച്ചി ചോദിച്ചു അല്ല ഇതുവരെയായിട്ടും കിട്ടിയില്ലെന്ന് ചോദിച്ചു. എന്താ കിട്ടിയെന്ന് പറയാണ്. അല്ല ആലോചിക്കുവാന്ന് പറഞ്ഞിട്ടാ? അല്ല ആലോചിച്ച് നമ്പർ കിട്ടിയെന്നാ പറഞ്ഞേ. ഓ ശരി. അങ്ങനെ വീഡിയോ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ തുടങ്ങുവാണ്. ഫോണിനകത്തേക്ക് ഒരു കോള് വരുന്നത്. ഒരു നിമിഷം മീര ഞെട്ടിപ്പോയി. കോളിന്റെ ശബ്ദം കേട്ട് ഞാൻ സച്ചി പറഞ്ഞു ആ ഫോണും കൂടെ കൊണ്ടുവരാൻ പറയണം. മീര പെട്ടിരിക്കുക. കൊടുക്കണോ വേണ്ടയോ? കൊടുക്കാതിരുന്നാൽ പറ്റില്ല, സംശയം തോന്നും. ആ ഫോണും കൂടെ കൊണ്ടുപോയി കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതെ ഞാൻ കോൾ എടുക്കാന്ന് പറഞ്ഞു. അത് കൊള്ളാം, എന്റെ ഫോണിലേക്ക് വന്ന കോള് മീര എടുക്കാനോ? ഇതപ്പം നല്ല കഥയായത്. ആരാ വിളിക്കണമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ വല്ല കസ്റ്റമറും വിളിക്കുന്നതാണെങ്കിലോ. ഫോണും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. മീര ആകെപ്പാടെ വിഷമിച്ച് സച്ചിയുടെയിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. മീരയുടെ പ്ലാനും പദ്ധതികളും ഒക്കെ പൊളിഞ്ഞുപോയി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.